ഹായ് ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പിള്ളേഷൻ. നമ്മൾ ഇന്ന് ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീസെന്റ് ആയിട്ട് കാനഡ സ്റ്റഡി വിസയിൽ വന്നിട്ടുള്ള എല്ലാ ചേഞ്ചസിനെ പറ്റിയുമാണ്. നിങ്ങൾ ഈ ഒരൊറ്റ വീഡിയോ കാണുമ്പോൾ തന്നെ വന്നിരിക്കുന്ന എല്ലാ ചേഞ്ചസിനെ പറ്റി നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഇതിനായിട്ട് വേറൊരു വീഡിയോ ഇനി കാണേണ്ട ആവശ്യമില്ല. ഗൈസ്, നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിന്റെ ക്യാപ്പ്, അതായത് ഇത്ര സ്പെസിഫിക് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ മാത്രമേ ഈ വർഷം എടുക്കത്തുള്ളൂ എന്ന കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. രണ്ടാമതായിട്ട് ചെയ്യുന്നത് സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ്. നിങ്ങളുടെ ഹസ്ബൻഡിനെയോ വൈഫിനെയോ നിങ്ങൾ കാനഡയിൽ പഠിക്കാൻ പോകുമ്പോൾ ഒപ്പം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ ഇതെങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് കാനഡയിലുള്ളവരെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ ഇനി പോകാൻ നിൽക്കുന്നവരെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ള കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മൂന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് ആണ്. സിംപ്ലി പറയുകയാണെങ്കിൽ സ്റ്റേ ബാക്ക് ഇപ്പോഴുള്ളവരെ എങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ ബാധിക്കത്തില്ലയോ, അതേപോലെ തന്നെ ഇനി വരുന്ന ഇന്ത്യകളിൽ പോകുന്ന ആർക്കൊക്കെ സ്റ്റേ ബാക്ക് കിട്ടും കിട്ടത്തില്ല, ഈ കേസുകളെല്ലാം നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരൊറ്റ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ ഇതുവരെ വന്നിരിക്കുന്ന എല്ലാ അപ്ഡേറ്റ്സിനെ പറ്റിയും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് സ്റ്റുഡൻസ് ക്യാപ്പിനെ പറ്റിയാണ്. കാനഡ 2024 3,64,000 സ്റ്റുഡൻസിനെ മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ 3,64,000 സ്റ്റുഡൻസിനെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒരു തീരുമാനമായിട്ടില്ല എന്നുണ്ടെങ്കിലും അവര് ഓരോ പ്രോവിൻസിന്റെയും പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ പ്രോവിൻസുകളിലുള്ള DLI, അതായത് ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നമ്പേഴ്സ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര സ്റ്റുഡൻസിനെ ഈ ഇന്ത്യയിൽ എടുക്കാമെന്നുള്ളത്. അറ്റ് പ്രസന്റ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും എത്ര സ്റ്റുഡൻസിനെ വെച്ചെടുക്കാമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഫെഡറൽ ഗവൺമെന്റ്, പ്രൊവിൻഷ്യൽ ഗവൺമെന്റും ആ കോളേജുകളുമായി അറ്റ് പ്രസന്റ് ഡിസ്കഷനിലാണ് ഓരോരുത്തർക്കും എത്ര സ്റ്റുഡൻസിനെ വെച്ചെടുക്കാൻ പറ്റുമെന്നുള്ള കേസ്. രണ്ടാമതായിട്ട് വന്നിരിക്കുന്ന ഒരു മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത്, ഇതുവരെ കനേഡിയൻ പ്രോവിൻസുകളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, സ്റ്റഡി വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് പ്രോവിൻസിലേക്കാണോ, ഏത് പ്രോവിൻസിലുള്ള കോളേജിലേക്കാണോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത്, അവിടുന്ന് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇനിയിപ്പോൾ അത് ചേഞ്ച് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏത് പ്രോവിൻസിലുള്ള കോളേജിലാണോ അഡ്മിഷൻ കിട്ടുന്നത് ആ പ്രോവിൻസിന്റെ ഒരു അറ്റസ്റ്റേഷൻ സർട്ടിഫിക്കറ്റും ഇനി തൊട്ട് നിങ്ങൾക്ക് ആവശ്യമാണ്. അത് ഈ വരുന്ന മെയ് 2024 ഇന്ത്യക്ക് തൊട്ട് തന്നെ ആവശ്യമാണ്. മാർച്ച് 31 വരെ ഈ പ്രൊവിൻസുകൾക്കെല്ലാം സമയം കൊടുത്തിട്ടുണ്ട് ഈ അറ്റസ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട്. പക്ഷേ ഈ അറ്റസ്റ്റേഷൻ സർട്ടിഫിക്കറ്റിനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നോ, എവിടെ അപ്ലൈ ചെയ്യണമെന്നോ, അപ്ലൈ ചെയ്താൽ എത്ര നാളുകളിൽ കിട്ടുമെന്നോ എന്നുള്ള കാര്യത്തിൽ യാതൊരു അപ്ഡേറ്റും ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഇപ്പോൾ ഫയൽ ചെയ്തവരുടെ ഒഴിച്ച് ഈ മെയ് ഇൻടേക്കിന് ഫയൽ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും അവർ ഫയൽ ചെയ്യുമ്പോൾ ഈ പറയുന്ന അറ്റസ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ വെക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മാർച്ച് 31 ആകുമ്പോഴത്തേക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാവും. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന, വിസയ്ക്ക് വെക്കാൻ പോകുന്ന എല്ലാവർക്കും ഏത് രീതിയിലാണ് ഈ അറ്റസ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നത്, എവിടെ അപ്ലൈ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഗൈസ്, നമ്മൾ അടുത്തായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റിനെ പറ്റിയാണ്. ഒരുപാട് പേർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉള്ള ഒരു ചേഞ്ച് ആണ് ഇപ്പോൾ സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റിൽ വന്നിരിക്കുന്നത്. സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കാനഡയിലേക്ക് പഠിക്കാൻ പോവുകയാണെങ്കിൽ ഈ പറയുന്ന പെർമിറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ വൈഫിനെയോ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അവർക്ക് അവിടെ ഫുൾ ടൈം വർക്ക് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. പക്ഷേ ഈ സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് കനേഡിയൻ ഗവൺമെന്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമേ നമ്മൾക്ക് ഓൾറെഡി കാനഡയിലുള്ളവരുടെ കേസ് നമുക്ക് നോക്കാം. നിങ്ങൾ സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റിൽ ഓൾറെഡി കാനഡയിലുള്ള ഒരാളാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷന്റെ ആവശ്യമില്ല. ഈ പുതിയ റൂൾസ് ഒന്നും നിങ്ങൾക്ക് ബാധകമല്ല. നിങ്ങൾക്ക് എക്സ്റ്റൻഷനും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ ഈ വരുന്ന മെയ് ഇൻടേക്കിനോ അതല്ല അടുത്ത സെപ്റ്റംബർ ഇൻടേക്കിനോ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെസിഫിക്കലി മെയ് ഇൻടേക്കിനെ പറ്റി നോക്കാം. ഈ വരുന്ന മെയ് ഇൻടേക്കിൽ സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ ഐഡിയ വന്നിട്ടില്ല. കാരണം മിനിസ്റ്റർ നടത്തിയ അനൗൺസ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു: In the weeks ahead, open work permits will only be available to spouses of international students in masters and doctoral programs. മാസ്റ്റേഴ്സിനും ഡോക്ടറൽ പ്രോഗ്രാംസിനും, അതായത് PhD പ്രോഗ്രാംസിനും എൻറോൾ ചെയ്യുന്നവർക്ക് മാത്രമേ ഇൻ ദ വീക്സ് അഹെഡ്, വരുന്ന ആഴ്ചകളിൽ സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് കൊടുക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എന്ന് തൊട്ട് പ്രാബല്യത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ മെയ് ഇൻടേക്കിന് ഫയൽ ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് ഫയൽ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. കാരണം എന്റെ ഒരു കണക്കൂട്ടിൽ വെച്ചാണ് എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഒരു അനൗൺസ്മെന്റുമായി ഉടനെ വരുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു റീസെന്റ് ഒരു സ്പെസിഫിക് ഡേറ്റ് തൊട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് ഇനിയും അവർ പ്രോസസ്സ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെ എന്നാണോ ആ ഒരു ഡെഡ് ലൈൻ വരുന്നത് അന്ന് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു തോന്നൽ. അപ്പോൾ നിങ്ങൾ സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് ഇതുവരെ ഫയൽ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക.
നമ്മളുടെ സ്റ്റാഫ് സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. നമ്മൾ വെച്ചിട്ടുള്ള എല്ലാ സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റുകളും അപ്രൂവൽസ് ആയിരുന്നു. പക്ഷേ ഇത്തവണ നമ്മൾക്ക് ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ് സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നാലും മതി. ഞാൻ നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസ് നമ്മുടെ കൺസൾട്ടന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് തരുന്നതായിരിക്കും. ഇനിയും അടുത്ത കേസ് നമുക്ക് നോക്കാം. സെപ്റ്റംബർ 2024 ഇൻടേക്ക്. സെപ്റ്റംബർ 2024 ഇൻടേക്ക് തൊട്ട് മാസ്റ്റേഴ്സും PhDക്കും എൻറോൾ ചെയ്യുന്നവർക്ക് മാത്രമേ സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടത്തുള്ളൂ. ഡിപ്ലോമ, അഡ്വാൻസ്ഡ് ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ, ഈ 3 ടൈപ്പ് കോഴ്സസ് എടുക്കുന്നവർക്കും സെപ്റ്റംബർ 2024 ഇൻടേക്ക് തൊട്ട് സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടുന്നതല്ല. നിങ്ങളുടെ പഠനത്തിന് ശേഷം മാത്രം, നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിലോട്ട് മാറുന്ന ടൈമിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസിനെ കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി സെപ്റ്റംബർ ഇൻടേക്കിന് ഫയൽ ചെയ്തവരാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ സ്പൗസലിന് വെക്കേണ്ട, അത് റിജക്ഷൻ ആവാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. കാരണം ഓൾറെഡി അവരെ അനൗൺസ് ചെയ്തു കഴിഞ്ഞു. സെപ്റ്റംബർ 2024 ഇൻടേക്ക് തൊട്ട് വരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്പൗസിനെ കൊണ്ടുവരാനായിട്ടുള്ള അനുവാദം ഇല്ല എന്നുള്ള കേസ്. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ്. നിങ്ങൾ ഓൾറെഡി കാനഡയിൽ ഒരു 1 ഇയർ കോഴ്സ് എടുത്ത് പോയ ആളാണ് എന്ന് വിചാരിക്കാം. നിങ്ങളുടെ സ്പൗസിനെ പക്ഷെ നിങ്ങൾ കൊണ്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു പ്രശ്നം വരുന്നുണ്ട്. സെപ്റ്റംബർ തൊട്ട് നിങ്ങളുടെ സ്പൗസിനെ കൊണ്ടുപോകാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾറെഡി കാനഡയിൽ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, നിങ്ങളുടെ സ്പൗസിനെ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് ഫയൽ ചെയ്യുക. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, മെയ് ഇൻടേക്കിൽ വരുന്നവർക്ക് ഇപ്പോഴും ഒരു ചെറിയ സാധ്യത അവിടെ നിലനിൽപ്പുണ്ട്. പക്ഷെ സെപ്റ്റംബർ ഇൻടേക്ക് തൊട്ട് വരാൻ പോകുന്ന ആർക്കും ഇനി തൊട്ട് സ്പൗസിനെ കൊണ്ടുവരാനായിട്ട് പറ്റുന്നതല്ല. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിനെ പറ്റിയാണ്. അതായത് കാനഡയിലെ നിങ്ങളുടെ പഠനം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്റ്റേ ബാക്കിനെ പറ്റിയാണ്. അത് ആർക്കൊക്കെ ഇനി കിട്ടും, ആർക്കൊക്കെ കിട്ടത്തില്ല എന്നുള്ള കേസ് നമുക്ക് നോക്കാം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം DLI ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണെന്ന് പറയേണ്ടതായിട്ടുണ്ട്. DLI ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഒരു കോളേജ് DLI സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്റ്റേ ബാക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള കോളേജുകളിലേക്കാണ് നിങ്ങൾ എല്ലാവരും അഡ്മിഷൻ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തുകൊണ്ടിരുന്ന വേറൊരു പരിപാടിയാണ്. ഈ ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പബ്ലിക് കോളേജസ് ആണ്. ഇവർ പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ഒരു പ്രൈവറ്റ് കോളേജുമായിട്ട് പാർട്ണർഷിപ്പിലാവും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഈ ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ കോഴ്സുകൾ അവർ പാർട്ണർഷിപ്പിലൂടെ ഈ പറയുന്ന പ്രൈവറ്റ് കോളേജിൽ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നിലവിലെ നിയമം വെച്ചായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിലും, അതല്ല ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷന് എഗ്രിമെന്റ് ഉള്ള ഒരു പ്രൈവറ്റ് കോളേജിലാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈക്വൽ സ്റ്റേ ബാക്ക് കിട്ടുമായിരുന്നു. അതിലൊക്കെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിന് നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ള കേസ് നോക്കാം. ഈ ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൈവറ്റ് കോളേജസുമായി പാർട്ണർഷിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള പ്രൈവറ്റ് കോളേജസിനെ പറയുന്നത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് കോളേജുകളിൽ നിന്നാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ PPP എന്ന് പറയാം. ഈ PPP കോളേജുകൾ എന്താണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാനഡയിലെ പ്രശസ്തമായ ഒരു കോളേജാണ് സെന്റ് ലോറൻസ്. സെന്റ് ലോറൻസിന് 3 ക്യാമ്പസുകളാണ് മെയിൻ ആയിട്ടുള്ളത്. കിങ്സ്റ്റൺ, ബോൺവിൽ, കോൺവാൾ. ഈ 3 ക്യാമ്പസുകൾ കംപ്ലീറ്റ്ലി ഓൺഡ് ബൈ സെന്റ് ലോറൻസ് മാനേജ്മെന്റ് തന്നെയാണ്. അത് 3 പബ്ലിക് ആയിട്ടുള്ള കോളേജുകൾ തന്നെയാണ്. അപ്പൊ ഈ 3 പബ്ലിക് കോളേജുകൾ കൂടാതെ സെന്റ് ലോറൻസിന് ഒരു ക്യാമ്പസ് കൂടെ ഉണ്ട് PPPയിൽ വരുന്നത്, അതായത് പബ്ലിക് പ്രൈവറ്റ് എഗ്രിമെന്റിൽ വരുന്ന 4ാമതൊരു ക്യാമ്പസിലൂടെ സെന്റ് ലോറൻസിന്റെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ക്യാമ്പസ് ആണ് ആൽഫ കോളേജ് ഓഫ് ബിസിനസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. ഈ ആൽഫ കോളേജ് ഓഫ് ബിസിനസ് ആൻഡ് ടെക്നോളജി PPPയിൽ വരുന്നതാണ്. പക്ഷേ സെന്റ് ലോറൻസിന്റെ കിങ്സ്റ്റൺ, ബോൺവിൽ, കോൺവാൾ ഈ 3 ക്യാമ്പസുകളും മെയിൻ ക്യാമ്പസുകൾ തന്നെയാണ്. ഇനി ഇവിടെ വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 2024 സെപ്റ്റംബർ ഇൻടേക്ക് തൊട്ട് നിങ്ങൾ മെയിൻ ക്യാമ്പസുകളിലല്ല പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് കിട്ടുന്നതല്ല. അതായത് സെന്റ് ലോറൻസിന്റെ ഉദാഹരണം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ സെന്റ് ലോറൻസിന്റെ കിങ്സ്റ്റൺ, ബോൺവിൽ, കോൺവാൾ ഇത് 3 മെയിൻ ക്യാമ്പസുകളാണ്. ഈ 3 ക്യാമ്പസുകളിൽ എവിടെങ്കിലും ഒരിടത്തല്ല നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് കിട്ടുകയില്ല. അതായത് ആൽഫ കോളേജ് ഓഫ് ബിസിനസ് ആൻഡ് ടെക്നോളജിയിലാണ് നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ഇനി തൊട്ട് നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് ഇല്ല. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നയാഗ്ര കോളേജിന്റെ PPP ആണ് ടൊറോണ്ടോ സ്കൂൾ ഓഫ് മാനേജ്മെന്റ്, ഗ്രേറ്റർ ടൊറോണ്ടോ ഏരിയ GTAയിലുള്ള ടൊറോണ്ടോ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നേരെ നയാഗ്ര കോളേജിലാണ് പോയി പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 2024 അത് ഡിപ്ലോമ ആണെങ്കിലും അഡ്വാൻസ്ഡ് ഡിപ്ലോമ ആണെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് കിട്ടും.
അതല്ല നയാഗ്ര കോളേജിന്റെ PPP കോളേജ് ആയിട്ടുള്ള ടൊറന്റോ സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ പോയി അഡ്മിഷൻ എടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് കിട്ടുന്നതല്ല. ഇതേപോലെ കുറെ കോളേജുകൾക്ക് PPP കോളേജുകളുണ്ട്. അപ്പോൾ സെപ്റ്റംബർ 2024 ഇൻടേക്കിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ PPP കോളേജുകളിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കരുത്. മെയിൻ ക്യാമ്പസുകളിലേക്ക് മാത്രമേ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ. ഈ PPP കോളേജസുകൾ ഇല്ലാത്ത കുറച്ച് അടിപൊളി കോളേജുകളുണ്ട്. അതിനൊരു ഉദാഹരണമാണ് കൊനസ്റ്റോഗയുടെ എല്ലാ ക്യാമ്പസുകളും കംപ്ലീറ്റ്ലി അവരുടെ ഓൺഡ് ആണ്. അവർക്ക് പാർട്ണർഷിപ്പിൽ പ്രൈവറ്റ് കോളേജുകളില്ല. അതേപോലെ തന്നെ സാസ്കച്ചുവൻ പോളിടെക്നിക്, അവർക്കും 4 ക്യാമ്പസുകളുണ്ട്. 4ഉം അവരുടെ ഓൺഡ് ക്യാമ്പസുകൾ തന്നെയാണ്. അവർക്കും പ്രൈവറ്റ് ആയിട്ട് പാർട്ണർഷിപ്പ് ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കോളേജുകൾ കാനഡയിലുണ്ട് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഇല്ലാത്തത്. ഈവൻ പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ പോലും ഒരു കോളേജ് മോശമാകുന്നില്ല. ആ കോളേജിന്റെ മെയിൻ ക്യാമ്പസിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ബാക്കും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഈ പ്രൈവറ്റ് പാർട്ണർഷിപ്പിലുള്ള കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാതിരുന്നാൽ മാത്രം മതി. ഈ PPP കോളേജുകളുടെ അറ്റ് പ്രസന്റ് അവൈലബിൾ ആയിട്ടുള്ള ലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് മെയ് 2024 ഇൻടേക്കിൽ നിങ്ങൾ ഒരു PPP കോളേജിലേക്കാണ് അഡ്മിഷൻ എടുത്തത് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് കിട്ടുമോ? നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് കിട്ടും. മെയ് 2024 നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്ന കോളേജ് ഒരു PPP കോളേജ് ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് കിട്ടുന്നതായിരിക്കും. സ്റ്റേ ബാക്ക് കിട്ടാതിരിക്കുന്നത് സെപ്റ്റംബർ 2024 തൊട്ട് അഡ്മിഷൻ എടുക്കുന്നവർക്ക് മാത്രമാണ്. ഇനി അടുത്തൊരു കേസ്, നിങ്ങൾ ഓൾറെഡി കാനഡയിലുള്ള ഒരു സ്റ്റുഡന്റ് ആണ് എന്ന് വിചാരിക്കുക. നിങ്ങൾ പഠിച്ചത് ഒരു PPP കോളേജിലാണ് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു PPP കോളേജിലാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. പക്ഷെ നിങ്ങൾ ഇനി അടുത്ത കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാൻ പോവുകയാണ്. അടുത്ത കോഴ്സ് നിങ്ങൾ എൻറോൾ ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 2024 ഇന്ത്യക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഒരു PPP കോളേജിൽ വീണ്ടും അഡ്മിഷൻ എടുക്കരുത്. നിങ്ങൾ പോയി അതിൽ മെയിൻ ക്യാമ്പസുകളിൽ മാത്രമേ അഡ്മിഷൻ എടുക്കാവൂ. അങ്ങനെ സെക്കൻഡ് കോഴ്സിന് അഡ്മിഷൻ അസിസ്റ്റൻസ് വേണ്ടവർക്കെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിനായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അത് മാത്രമല്ല, സ്റ്റേ ബാക്കിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല. നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു PPP കോളേജിലാണെങ്കിലും നിങ്ങൾ അടുത്ത കോഴ്സ് ഒരു മെയിൻ ക്യാമ്പസിലേക്ക് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തിട്ടുള്ള 3 ഇയർ സ്റ്റേ ബാക്ക് തന്നെ കിട്ടുന്നതായിരിക്കും. അതിനൊന്നും നിങ്ങൾക്ക് ടെൻഷന്റെ ഒന്നും ആവശ്യം ഇല്ല. നിങ്ങൾക്ക് വേണ്ട സെക്കൻഡ് കോഴ്സ് ഏതെങ്കിലും ഒരു കോളേജിന്റെ മെയിൻ ക്യാമ്പസിൽ തന്നെ നമ്മൾ എടുത്തു തരുന്നതായിരിക്കും. നിങ്ങളുടെ സ്റ്റഡി വിസ പ്രോസസ്സിങ്ങിനുള്ള കംപ്ലീറ്റ് ഹെൽപ്പും പിള്ളേച്ചിന്റെ സ്വന്തം മംഗ്ലീഷ് ഷോൾ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചിടുക, അല്ല നമുക്ക് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ കൺസൾട്ടൻസ് നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയുമാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി വരുന്ന അപ്ഡേറ്റ്സ് ഞാൻ ഇതേപോലെ വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടോന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ആയിട്ടിടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നേരിട്ട് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസ് ഒക്കെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ടീം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദാറ്റ്സ് ഇറ്റ് ഗായ്സ്, പീസ് ഔട്ട്.